പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എനിക്കൊരു വീഡിയോ ഫോർവേഡ് ചെയ്യുകയുണ്ടായി. വീഡിയോ ഇതാണ്. ഉള്ളത് പന്നിക്കോട്, അതായത് കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് തെരങ്ങാപറമ്പ് എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, ഒരു മോളുടെ ചുണ്ട് പൊട്ടിയിട്ട് ലേസ് തിന്നിട്ടാന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ. അപ്പം ആ വീഡിയോ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീട്ടിലാണ് ഞാനുള്ളത്. ഈ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളാണ്. ആ മോളുടെ വീട്ടിലാണ് ഞാനുള്ളത്. അപ്പം മോളുടെ അച്ഛനും മോളൊക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പം എന്താണ് ഉണ്ടായെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അതായത് വലിയ മോളും കൂടിയിട്ടാണ് കഴിക്കാറ്. വലിയ മോള് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ, ബാക്കി ഫുള്ള് പാക്കും കഴിച്ചത് ചെറിയ മോളാണ്. അപ്പോൾ ഈ സംഗതിയാണ് കേട്ടോ ഈ മോള് കഴിച്ചിട്ടുള്ളത്. ഇത് ഒരു പ്രമുഖ ബ്രാൻഡിന്റെ ഫുൾ ടോസ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. 5 രൂപേന്റെ ഫുൾ ടോസ് എന്ന് പറഞ്ഞ ഒരു സംഭവം. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുക്കുന്നതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള സംഭവമാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. വാങ്ങിക്കൊടുക്കുമ്പോൾ ഇത് കഴിച്ചിട്ടാണ് ഇപ്പം ആ മോൾക്ക് ഇത്തരത്തിൽ മോളുടെ ചുണ്ടും വായും നായക്കൊക്കെ പൊള്ളിയിട്ട് ആ ഒരു അവസ്ഥയിലുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെ ഇത് കഴിച്ചതിന്റെ ശേഷം പിറ്റേ ദിവസം തന്നെ ചെറിയൊരു മുറിവ് വന്നു, നാവിന് ഒരു കരുപ്പും ഒക്കെ. പിന്നീട് ഡോക്ടറെ കാണിച്ചു, തൊണ്ടന്റെ ഡോക്ടറെ കാണിച്ചു, എല്ലാ ഡോക്ടർമാരും അന്ന് കാണിച്ചു. കാരണം വയറ്റിലേക്കൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഈ മുറിവ് തൊണ്ടന്റെ താഴെ ഇങ്ങനെ പോയിട്ട് ഈ ഭാഗത്തൊക്കെ മുറിവുണ്ടെന്ന് പറയാം. അപ്പോ ഇതിന്റെ ഫുഡ് കഴിക്കാൻ പറ്റില്ല, അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇത്തരം സാധനങ്ങള് കുട്ടികൾക്ക് വാങ്ങി കൊടുക്കാതിരിക്കുക, രക്ഷിതാക്കൾ ശ്രദ്ധിക്കാം. ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം അത്തരം കാര്യങ്ങൾ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ മാർക്കറ്റുകൾ വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്ന ലേസ്, ഓക്കെ, ഫുൾ ടോസ്, അതുപോലെ പാർലെ വേഫർ തുടങ്ങിയ ഒട്ടനവധി സ്നാക്സുകൾ അല്ലെങ്കിൽ ചിപ്സുകൾ ലഭ്യമാണ്. ഇവ കഴിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള ഇത്തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം ഈ ഫുഡ് ഐറ്റംസിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസായി ചേർക്കുന്നതെന്ന് നോക്കിയാൽ മതിയാകും. ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കാൻ തോന്നുന്ന രീതിയിൽ ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ വ്യാപകമായി ചേർത്ത് വരുന്നവയാണ് ഫ്ലേവർ എൻഹാൻസേഴ്സ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഫ്ലേവർ എൻഹാൻസറുകളാണ് ഇവയിൽ ചേർത്ത് വരുന്നത്. ഒന്ന് ഡൈസോഡിയം ഗ്വാനിലേറ്റ്, മറ്റൊന്ന് ഡൈസോഡിയം ഇനോസിനേറ്റ്, മറ്റൊന്ന് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. പലപ്പോഴും ഒരു ഫ്ലേവർ എൻഹാൻസറുകൾക്ക് പകരം 2 ഫ്ലേവർ എൻഹാൻസേഴ്സ് ഒരുമിച്ചാണ് മിക്ക പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളിലും അല്ലെങ്കിൽ മിക്ക ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസിലും ചേർത്ത് വരുന്നത്. ഇത്തരത്തിലുള്ള ഫ്ലേവർ എൻഹാൻസറുകൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചില ആളുകളിൽ പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസിന് കാരണമാകും. വീഡിയോയിൽ കണ്ടതുപോലെയുള്ള ചുണ്ട്, നാക്ക്, വായുടെ ഉൾവശം, അന്നനാളം ഇവയുടെ ഈ ഭാഗങ്ങളിലൊക്കെ സ്വെല്ലിങ്സ് വരാനും അതുപോലെ ഇറിറ്റേഷൻസ് വരാനും, ചില ആളുകളിൽ നോസിയ, വൊമിറ്റിംഗ്, അതുപോലെ ഹെഡേക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുമൊക്കെ ഇത്തരത്തിലുള്ള ഫ്ലേവർ എൻഹാൻസറുകൾ ബോഡിയിലെത്തിക്കഴിഞ്ഞാൽ സാധ്യതയുണ്ട്. മറ്റൊരു ഫുഡ് അഡിക്റ്റീവ്സ് ഇവയിൽ ചേർക്കുന്നതാണ് അസിഡിറ്റി റെഗുലേറ്റേഴ്സ്. അസിഡിറ്റി റെഗുലേറ്റേഴ്സ് ആയിട്ട് വ്യാപകമായി ചേർത്ത് വരുന്ന പ്രധാനമായിട്ടും 3 ഐറ്റംസാണ്. ഒന്ന് സിട്രിക് ആസിഡ്, 2 ലാക്റ്റിക് ആസിഡ്, 3 മാലിക് ആസിഡ്. ഇത്തരത്തിലുള്ള അസിഡിറ്റി റെഗുലേറ്റേഴ്സും നമ്മുടെ ബോഡിയിൽ കൂടുതലായി എത്തിക്കഴിഞ്ഞാൽ ചില ആളുകളിൽ പലതരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ചുണ്ട്, നാക്ക്, വായ, അന്നനാളം ഈ ഭാഗങ്ങളിലൊക്കെ സ്വെല്ലിങ്സ് ഉണ്ടാവാനും ഇറിറ്റേഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടൂത്ത് ഇറോഷനും സ്റ്റൊമക്ക് ഇറിറ്റേഷനും അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിക്കുമൊക്കെ ഇവ പലപ്പോഴും കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ സിട്രിക് ആസിഡിൻ്റെ അലർജി ഉള്ള ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള സിംറ്റംസ് കൂടുതലായിട്ട് അവരിൽ കാണാനും സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടിരിക്കുന്ന ഫുഡ് ഐറ്റംസിലും അസിഡിറ്റി റെഗുലേറ്ററായി ചേർത്തിരിക്കുന്നത് സിട്രിക് ആസിഡാണ്. ഫ്ലേവർ എൻഹാൻസറായി ചേർത്തിരിക്കുന്നത് ഡൈസോഡിയം ഗ്വാനിലേറ്റും ഡൈസോഡിയം ഇനോസിനേറ്റുമാണ്. ഇവയ്ക്കൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇനി മറ്റൊരു ഫുഡ് അഡിക്റ്റീവ് ചേർത്ത് വരുന്നത് ഇവയിൽ ആൻറ്റി കേക്കിംഗ് ഏജൻറ്റാണ്. ആൻറ്റി കേക്കിംഗ് ഏജൻറ്റായിട്ട് വ്യാപകമായി ചേർത്ത് വരുന്നത് എല്ലാ ഫുഡ് ഐറ്റംസിലും മിക്കവയിലും ചേർത്ത് വരുന്നത് സിലിക്ക അല്ലെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡാണ്. സിലിക്കൺ ഡയോക്സൈഡ് ബോഡിയിൽ അധികമായി എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, ബ്ലോട്ടിങ്, ഗാസ്ട്രൈറ്റിസോ പെപ്റ്റിക് അൾസറോ ഉള്ള ആളുകളാണെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിന് ഇറിറ്റേഷൻസ് ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്.
മാത്രമല്ല സിലിക്ക അമിതമായി ഇൻഹെയിൽ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് ലങ് ഡിസീസിന് കാരണമാകാം. സിലിക്കോസിസ്, അതുപോലെ COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസോർഡർ തുടങ്ങിയ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാമെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി സിലിക്ക അല്ലെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡിനെ ഒരു ഫുഡ് അഡിറ്റീവായി ചേർക്കുന്നതിൻ്റെ സേഫ്റ്റി ആസ്പെക്റ്റ് ഒന്നുകൂടെ റീവാലുവേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി മറ്റൊരു ഫുഡ് അഡിറ്റീവ് ചേർത്ത് വരുന്നതാണ് ആൻറ്റി ഓക്സിഡൻസ്. ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് ഇവയിൽ വ്യാപകമായി ചേർത്ത് വരുന്നത് 2 തരത്തിലുള്ള ഫുഡ് അഡിറ്റീവ്സ് ആണ്. ഒന്ന് BHA ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ, മറ്റൊന്ന് TBHQ ടെർഷ്യറി ബ്യൂട്ടൈൽ ഹൈഡ്രോക്വിനോൺ. BHA ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോളിനെ ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ ക്യാൻസർ റിസർച്ച് ഒരു പോസിബിൾ ഹ്യൂമൻ കാർസിനോജനായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. മാത്രമല്ല TBHQ ടെർഷ്യറി ബ്യൂട്ടൈൽ ഹൈഡ്രോക്വിനോൺ നമ്മുടെ ശരീരത്തിൽ അമിതമായി എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് സൈറ്റോടോക്സിക്കും ജീനോടോക്സിക്കുമായിട്ടുള്ള പലതരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാമെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ധാരാളമായിട്ട് ഫുഡ് അഡിറ്റീവ്സ് ചേർത്താണ് ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ മാർക്കറ്റിൽ വരുന്നത്. എന്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് റെഗുലറായി യൂസ് ചെയ്യുന്നത് ഒരിക്കലും ഹിതകരമല്ല. വല്ലപ്പോഴും മാത്രം കഴിക്കാവുന്ന ഒരു ഐറ്റംസാണ് ഇവയൊക്കെ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫുഡ് അഡിറ്റീവ്സ് ധാരാളമായി ചേർത്ത് വരുന്ന ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മറ്റും നമ്മൾ ഇത് വ്യാപകമായിട്ട് എല്ലായ്പ്പോഴും വാങ്ങിക്കൊടുക്കുന്ന ശീലം ഒട്ടും ആരോഗ്യകരമല്ല.